എത്രയും പ്രിയപ്പെട്ട കുട്ടി, ഞാൻ എൻ്റെ സച്ചരിതത്തിൽ പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ ഇന്ദ്രിയങ്ങളെ നീ അന്തർമുഖനാക്കുക എന്ന്. എന്നാൽ നീ രക്ഷപ്പെടും. എന്തെങ്കിലും സുഖം കിട്ടാനായി നീ പുറത്ത് തിരയേണ്ട ആവശ്യമില്ല. നീ നിൻ്റെ ഉള്ളിൽ തിരയുകയാണെങ്കിൽ നിനക്ക് മനസ്സിലാകും എല്ലാ വികാരങ്ങളും നിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടെന്ന്. ഒരിക്കൽ നീ എന്തെങ്കിലും സാധനമോ ആളുകളെയോ നിന്നെ ആനന്ദിപ്പിക്കുന്നുണ്ടോ എന്ന് തിരയുന്നത് നിർത്തിയാൽ പിന്നെ ഒരിക്കലും നീ അസ്വസ്ഥനാകുകയോ ശൂന്യത അനുഭവപ്പെടുകയോ ചെയ്യുകയില്ല. നിനക്ക് നീ പൂർണ്ണനാകുന്നു, ദൈവികമാകുന്നു, നീ ഒരു അത്ഭുതമാകുന്നു. നിന്നെ സമഗ്രമായി സ്നേഹിക്കുകയും സ്വീകരിക്കുകയും വേണം. എന്നാലേ നിനക്ക് സത്യമായതും ഉപാധികളില്ലാത്തതുമായ സ്നേഹം പുറത്തേക്ക് പ്രസരിപ്പിക്കാൻ കഴിയുകയുള്ളൂ. ഇന്നലെ ചിലരുടെ പെരുമാറ്റം നിന്നെ വേദനിപ്പിച്ചു എന്ന് എനിക്കറിയാം. നീ അവരുടെ പെരുമാറ്റത്തിൽ ദുഃഖിതനാകുന്നു എങ്കിൽ അതിൻ്റെ അർത്ഥം എന്തെന്നാൽ നീ നിൻ്റെ നിയന്ത്രണം അവരുടെ കൈകളിൽ കൊടുക്കുന്നു എന്നാണ്. എനിക്കറിയാം, എൻ്റെ എല്ലാ കുട്ടികളും ശക്തരാണ്, പ്രതിരോധിക്കാൻ കഴിവുള്ളവരാണ്. പക്ഷേ അവർ ദയയുള്ളവരും അനുകമ്പയുള്ളവരുമാണ്. അതുകൊണ്ട് മനസ്സിൽ ദുർചിന്തകൾക്ക് ഇടം കൊടുക്കരുത്. നീ പോകൂ, ചിരിക്കൂ, എന്നിട്ട് ഭാരം കുറഞ്ഞതായി തോന്നൂ. നീ നിന്റെ ജീവിതത്തിൽ ഏറ്റവും ശോഭനമായ അധ്യായം തുടങ്ങാൻ പോവുകയാണ്. ഒരുപാട് സന്തോഷത്തോടു കൂടി നിൻ്റെ